ഹായ് നമസ്കാരം, വെൽക്കം ടു ഡെയിലി ഡോസ് ഓഫ് ക്രിക്കറ്റ്. ഈ ഡെയിലി ഡോസ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെൻ്റായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക vs സിംബാബ്വെ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്ക vs ബംഗ്ലാദേശ് ODI സീരീസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ഇപ്പോൾ നടന്നിരുന്നു. അപ്പോൾ ഒരുപാട് ക്രിക്കറ്റ് അറൗണ്ട് ദ വേൾഡ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം സിംഗിൾ ബൈ സിംഗിളായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഡെയിലി ബേസിസിൽ അതത് ദിവസം നടക്കുന്ന ക്രിക്കറ്റ് മാച്ചസ് അല്ലെങ്കിൽ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, വിശേഷങ്ങളൊക്കെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഡെയിലി ഡോസ് ഓഫ് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സൗത്ത് ആഫ്രിക്ക vs സിംബാബ്വെ മാച്ചിലേക്ക് വരാം. സൗത്ത് ആഫ്രിക്ക vs സിംബാബ്വെ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു ഹ്യൂജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ സൗത്ത് ആഫ്രിക്ക നേടിയിട്ട് സിംബാബ്വെ ബാറ്റിംഗ് നയിച്ചു. ഫസ്റ്റ് ഇന്നിങ്സിൽ സിംബാബ്വെ ഓൾ ഔട്ട് ചെയ്തു, ഫോളോ ഓൺ ചെയ്യിപ്പിച്ചു. സെക്കൻഡ് ഇന്നിങ്സിലും ഇന്ന് ഓൾ ഔട്ട് ആക്കിയിട്ട് സൗത്ത് ആഫ്രിക്ക ജയിച്ചിരിക്കുകയാണ്. 236 എന്ന് പറഞ്ഞ ഹ്യൂജ് ആയിട്ടുള്ള സ്കോറിൻ്റെ മാർജിനിലാണ് സൗത്ത് ആഫ്രിക്ക ഈ മാച്ച് ജയിച്ചിരിക്കുന്നത്. ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുൾഡറിൻ്റെ 367 400 അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും ഡിക്ലെയർ ചെയ്ത ആ ഒരു സംഭവം അതൊരു നല്ലൊരു ജസ്റ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒരു കുറച്ച് പേരെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മാച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്യാഗം ചെയ്ത പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരുപക്ഷെ ആ ബ്രൈൻ ലാറ എന്ന് പറയുന്ന ലെജൻഡിനോട് മുൾഡറും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ കോച്ചും അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണിച്ചൊരു റെസ്പെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇങ്ങനൊരു ചെറിയ സില്ലി ആയിട്ടുള്ള ഒരു മാച്ചിൽ വെറും നമ്പേഴ്സിന് വേണ്ടിയിട്ട് അടിച്ച് റെക്കോർഡ് ബ്രേക്ക് ചെയ്യേണ്ട റെക്കോർഡായിട്ട് ഒരുപക്ഷെ അവർക്ക് തോന്നി കാണില്ല. അങ്ങനെ ചെയ്തത് വളരെ നല്ലൊരു ജസ്റ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലെജൻഡ്സൊക്കെ ആ ഒരു സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയ ആ ഒരു റെക്കോർഡാണ്. അവർക്ക് അങ്ങനെ തോന്നിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അതൊരു നല്ല ജസ്റ്റർ തന്നെയാണ്. ഇനി നമുക്ക് നേരെ ശ്രീലങ്ക vs ബംഗ്ലാദേശ് ODI സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീലങ്ക vs ബംഗ്ലാദേശ് ODI സീരീസിൻ്റെ മൂന്നാമത്തെ ODI മാച്ച് ഇന്ന് നടക്കുകയാണ്. ആദ്യത്തെ മാച്ച് ശ്രീലങ്ക ജയിച്ചിരുന്നു, രണ്ടാമത്തെ മാച്ച് ബംഗ്ലാദേശ് ജയിച്ച് ടൈ ആയിരിക്കുകയാണ്. ഇതൊരു സീരീസ് ഡിസൈഡർ ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ശ്രീലങ്കയാണ്. 285 എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് ശ്രീലങ്ക എത്തിയിട്ടുണ്ട്. രണ്ടാമത് ബംഗ്ലാദേശ് ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവുന്ന റിസൾട്ട് നമുക്ക് നാളത്തെ സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതാണ് ശ്രീലങ്ക vs ബംഗ്ലാദേശ് മാച്ച്. ഇനി അതല്ലാതെ തന്നെ നമുക്കറിയാം ഓസ്ട്രേലിയ vs വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ടെസ്റ്റിലും ഓസ്ട്രേലിയ വിജയിക്കുകയുണ്ടായി. ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യാണ്. കോൺസ്റ്റാസ് റണ്ണ് കണ്ടെത്തിയിട്ടില്ല. ഗ്രീൻ ഒരു ചെറിയ റൺ അടിച്ചു, പക്ഷേ അതൊന്നും പോരാ. പക്ഷേ മിഡിൽ ഓർഡറിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വെബ്സ്റ്റർ നന്നായിട്ട് പെർഫോം ചെയ്തു, ഹെഡ് നന്നായിട്ട് പെർഫോം ചെയ്തു, അലക്സ് കാരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഓസ്ട്രേലിയ 2 ടെസ്റ്റ് മാച്ചും വിജയിച്ച് നല്ലൊരു മൊമെൻറ്റത്തിലാണ്. ഇനി ഈ ഒരു മൂന്നാമതൊരു ടെസ്റ്റ് മാച്ചും കൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ഒരു സീസൺ ടെസ്റ്റ് മാച്ച് ഉള്ളത് ആഷസ് മാത്രമാണ്. സോ അതാണ് ഓസ്ട്രേലിയ vs വെസ്റ്റ് ഇൻഡീസ് സീരീസിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ഇന്ത്യ vs ഇംഗ്ലണ്ട് സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു സെക്കൻഡ് ടെസ്റ്റിൻ്റെ റിവ്യൂസ് പറഞ്ഞ സമയത്ത് ഇംഗ്ലണ്ടിനെ ഒരുപാട് വിമർശിച്ചിരുന്നു. അവർക്ക് എവിടെ നിർത്തണമെന്ന് അറിയാൻ വയ്യ, ഒരു ഈഗോയുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ അവരുടെ ഒരു ബസ് ബോൾ സ്ട്രാറ്റജി നമ്മൾ ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് ഇപ്പോൾ. എങ്കിൽ പോലും ഫസ്റ്റ് മാച്ച് അവർ ജയിച്ചത് അതിൻ്റെ ബലത്തിലാണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ സെക്കൻഡ് മാച്ച് നിർഭാഗ്യവശാൽ അവർ തോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തേർഡ് മാച്ചിൽ അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. ഇംഗ്ലണ്ട് ശക്തമായിട്ട് തിരിച്ചു വരാം. അവരുടെ ഇതേ സ്ട്രാറ്റജിയിൽ തന്നെ പിടിച്ചു നിന്നിട്ട് അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. നല്ലൊരു ബോളിംഗ് അറ്റാക്കിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് വിസിബിളി ഉണ്ടായിരുന്നു രണ്ടാം ടെസ്റ്റിൽ. ആർച്ചറിൻ്റെ തിരിച്ചുവരവോടുകൂടി അതൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്ക് വുഡും കൂടെ ഒരു 4ാം ടെസ്റ്റോ അല്ലെങ്കിൽ 5ാം ടെസ്റ്റ് അടുപ്പിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ബസ് ബോൾ സ്ട്രാറ്റജിയിൽ തന്നെ അവർക്ക് ഒരുപക്ഷെ മാച്ചസ് ജയിക്കാൻ സാധിച്ചേക്കും. പക്ഷേ വേറൊരു കാര്യങ്ങളുണ്ട്. ഇംഗ്ലണ്ട് vs ഇന്ത്യ മാച്ചിലെ ജാമി സ്മിത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ റിവ്യൂവിൽ എടുത്ത് പറഞ്ഞില്ലായിരുന്നു. ജാമി സ്മിത്ത് ഒരു പ്രോമിസ് തന്നെയാണ്. ഐ എം ഓൾറെഡി എ ഫാൻ. ഫസ്റ്റ് ഇന്നിങ്സിൽ ആ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ ഞാൻ വലിയൊരു ഫാനായി. ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് റൺ ഗെറ്റിംഗ് വിക്കറ്റ് കീപ്പറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് കീപ്പർമാരിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺ അടിച്ചൊരു വിക്കറ്റ് കീപ്പറായി ഫസ്റ്റ് ഇന്നിങ്സിലെ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട്. സൂപ്പർ ബാറ്റിംഗ്. ആ ഒരു സമയത്ത് വന്നിട്ട് അത്രയും വിക്കറ്റ് പോയി നിൽക്കുന്ന സമയത്ത് വന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ ബാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അതും പ്രത്യേകിച്ചും ഇന്ത്യൻ ബോളേഴ്സ് നന്നായിട്ട് സെക്കൻഡ് ടെസ്റ്റിൽ ഇപ്രാവശ്യം ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോളിംഗ് ലൈനപ്പിനെതിരെ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്ത് നോട്ട് ഔട്ടായിട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ നിന്നു. സെക്കൻഡ് ഇന്നിങ്സിലും നല്ലൊരു 80-ന് മുകളിൽ റൺ അടിച്ചു. സോ ആ ഒരു കാര്യം റിവ്യൂവിൽ പറയാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ ഇന്ത്യ vs ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റിൻ്റെ പ്രിവ്യൂ തീർച്ചയായിട്ടും പ്രിവ്യൂ വീഡിയോ ഉണ്ടാവും. അപ്പോൾ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.